ഹായ് ഓൾ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് വന്നിട്ട് മഹാശ്വേതാദേവി എഴുതിയ ബായേൻ എന്നുള്ളൊരു പ്ലേ ആണ്. പ്ലേ മീൻസ് നാടകം. അപ്പോൾ ചെറിയൊരു നാടകമാണ് ബായേൻ. അപ്പോൾ മഹാശ്വേതാദേവി വന്നിട്ട് ഒരു ബംഗാളി റൈറ്ററാണ്. അവർ വന്നിട്ട് എത്രയോ അവാർഡ്സൊക്കെ മേടിച്ചിട്ടുള്ളതാണ്. ഒരു ചില കഥകൾ ബംഗാളിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ പ്ലേയിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് മഹാശ്വേതാദേവി എത്രയോ വർക്ക്സും തീം കൊടുത്തിരിക്കുന്നത്. ബായേൻ എന്നുള്ള ഈ ടോപ്പിക്കും ഒരു സ്ത്രീയെക്കുറിച്ചാണ്. പിന്നെ ഇത് വന്നിട്ട് ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു കഥയുടെ ഒരു ബന്ധമുള്ളതല്ല. ഇത് വന്നിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റിനെ ഒന്ന് മെയിൻ തീമാക്കിയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ വർഷം, ഇപ്പോൾ അല്ല, എന്തായാലും കുറേ വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സെറ്റിംഗ് ഒക്കെ ഇതിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഫെമിനിസം മാത്രമല്ല, ഇതിൽ വന്നിട്ട് ഇനിയൊരു മെയിൻ പ്രശ്നം വന്നിട്ട് അന്ധവിശ്വാസമാണ്. അപ്പോൾ സൂപ്പർസ്റ്റീഷ്യസ് ആണ് ആൾക്കാർ ഇതിൽ നിന്ന്. അപ്പോൾ അന്ധവിശ്വാസം എന്നൊന്ന് വന്നു കഴിഞ്ഞാൽ എത്ര മോശമായിട്ടാണ് കാര്യങ്ങൾ പോവുക. ഒരു സമൂഹം മൊത്തമാണ് അന്ധവിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും നിസ്സാരപ്പെട്ട രീതിയിലല്ല ഇത് ഒരു സ്ത്രീയുടെ ലൈഫിനെ മാറ്റിയത്. അപ്പോൾ പഠിപ്പും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അത് തന്നെയാവാം അതിന് മെയിൻ റീസൺ. പിന്നെ പണ്ട് തൊട്ടേ ഒരു ധാരണ മനസ്സിനകത്തുണ്ട് വെച്ചാൽ അത് അങ്ങനെ തന്നെ മാറാനൊക്കെ സമയം വരും. അപ്പോൾ ഒരു ഗ്രാമത്തിലുള്ള ഒരു മെയിൻ ഒരു സ്റ്റോറിയാണത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുമ്പോൾ ഈ ബായേൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതല്ലേ ആദ്യം അറിയേണ്ടത്. ഒരു രാക്ഷസിയുടെ പോലെ സാമ്യതയുള്ള ഒരു സ്ത്രീ. എല്ലാവരും അവരെ രാക്ഷസി എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ബായേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റില്ല. ഇവരുടെ തൊഴിലെന്ന് പറയുന്നത് കുട്ടികളെ, അതായത് ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും അസുഖം ബാധിച്ച് അകാല മൃത്യു ഉണ്ടാവുന്ന ഒരു ചെറിയ കുട്ടികളുടെ ഡെഡ് ബോഡീനെ കുഴിച്ചിടുക. അത് കുഴിച്ചിട്ടതിന് ശേഷം ഒരാഴ്ച അവിടെ തന്നെ കാവലിരിക്കുക. അങ്ങനെ എന്താ വെച്ചാൽ അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസൊക്കെ അതിൽ കൂടെ വന്ന ബോഡീനെ പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഡെഡ് ബോഡീസിന് കാവലിരിക്കുക. പിന്നെ ഇനിയൊരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇവള് ആരുടെ അടുത്തും മിണ്ടാൻ പാടില്ല. ആരിനെങ്കിൽ ഈ ബായേൻ നോക്കി വച്ചാൽ അവർക്ക് മരണം ഉറപ്പ്. ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല, നല്ല വസ്ത്രവും ഇല്ല. പിന്നെ സമൂഹത്തിൽ ഒരാളെയും നോക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, കടയ്ക്ക് പോയാൽ സാധനങ്ങളും കൊടുക്കില്ല. ആരും തന്നെ ഈ സ്ത്രീയെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. അഥവാ പകൽ സമയത്ത് പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പാടില്ല. അഥവാ ആരെങ്കിൽ ഈ സ്ത്രീയെ പുറത്ത് കണ്ടാൽ കല്ലെറിഞ്ഞ് ഓട്ടിച്ചു വിടാം എന്നുള്ളതാണ്. മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഭയനല്ലേ, പക്ഷെ കല്ലെറിഞ്ഞ് ഓട്ടിച്ചു വിടും. അപ്പോൾ ഈ സ്ത്രീനെ മറ്റേ പകൽ സമയത്ത് പുറത്ത് കണ്ടാൽ കല്ലെറിയാം എന്നുള്ളതാണ് അവരുടെ ഒരു രക്ഷ. ഇതാണ് അവിടുത്തെ ആൾക്കാർ ശീലിച്ചിരുന്നത്. അധികം ഭക്ഷണം കഴിക്കാൻ പാടില്ല, ജീവിക്കാൻ വേണ്ട അത്യാവശ്യം മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് റൂൾസ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ചെറിയ കുടിൽ കെട്ടി കല്ലറയുടെ അടുത്താണ് താമസം. എന്നാൽ ഇതൊക്കെ വിഡ്ഢിത്തരമാണ്. ഇങ്ങനൊരു കണ്ടീഷനേ ഇല്ല. ബായേനൊന്നൊരു സ്ത്രീയും ഇല്ല. ഇതാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ വിശ്വാസങ്ങളാണ്. അപ്പോൾ ഈ നാടകത്തിൻ്റെ മെയിൻ ക്യാരക്ടർ വന്നിട്ട് ഒരു ബായേനാണ്. എന്നാലും അതൊരു സ്ത്രീയല്ലേ. എന്നാൽ
എങ്ങനെയാണ് ഇങ്ങനെ വന്നത്, ഇങ്ങനെ സംഭവിച്ചത് എങ്ങനെയാണ്, അതാണ് ഇതിൽ അറിയാനുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ് സീനിൽ നമ്മൾ കാണുന്നത് ഒരു സോളിലോക്കിയാണ്. തന്നെത്താനെ സംസാരിച്ചും കൊണ്ട് വരുന്ന ഒരു സ്ത്രീ ഒരു താരാട്ടുപാട്ടാണ് പാടിക്കൊണ്ടുവരുന്നത്. മൈ ചൈൽഡ് ഗോഡ് സ്ലീപ്പ് എന്നൊക്കെയാണ് അതിൻ്റെ വരികൾ. അപ്പോൾ എൻ്റെ കുട്ടി ഉറങ്ങട്ടെ, രാജകൊട്ടാരം പോലെയുള്ള വീട്ടിൽ ഉറങ്ങട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഡോഗ് ഉണ്ട്, നായിനെ നല്ല ഇഷ്ടത്തോടെ വളർത്തുന്നുണ്ട് ജുംറ, അതും നമുക്ക് കാവലുണ്ട്, എൻ്റെ കുട്ടി ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് താരാട്ടുപാട്ട് ഇതിലുണ്ട്. ഈ സീൻ മിഡിൽ ഓഫ് ദ പ്ലേയിൽ ഓർമ്മ നിൽക്കണം. അപ്പോൾ പകുതിയിലെത്തുമ്പോൾ, ഈ നാടകത്തിൻ്റെ ഈ പകുതിയിലെത്തുമ്പോൾ ഈ സീനൊന്ന് ഓർമ്മ വരണം. എപ്പോഴാണ് ഈ ബായൻ ആ പാട്ട് പാടിയതെന്ന്. തുടക്കം വരി തന്നെ ഇതാണ്. അങ്ങനെ തന്നെത്താനെ സംസാരിച്ചും കൊണ്ടിങ്ങനെ വരികയാണ്. അപ്പോൾ എന്താ വെച്ചാൽ വെള്ളം കോരി എടുക്കാനാണ് വന്നത്. വെള്ളം കോരിയെടുത്ത് ആ വെള്ളം കുടിച്ചിട്ടാണ് വിശപ്പ് തീർക്കണത്. അപ്പോൾ വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെത്താൻ പറയാണ്. അപ്പോൾ റേഷൻ അരി കൊണ്ടുവന്ന് അവർ മരത്തിൻ്റെ ചോട്ടിൽ വയ്ക്കും. എന്നിട്ട് റേഷൻ്റെ ആൾക്കാർ പോവും. അവളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം അവളെ കണ്ടാൽ മരണം ഉറപ്പാണല്ലോ. അപ്പോൾ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് അവൾ എടുത്തിട്ട് പോകണം. ആ അരി ഇപ്പോൾ തീർന്നിരിക്കുക. ശനിയാഴ്ച ആ അരി കിട്ടുന്നതാണ്, എന്നാൽ ഒന്നും തന്നെ ഇപ്പോൾ ബാക്കിയില്ല. അപ്പോൾ വെള്ളം കുടിച്ചിട്ടാണ് ഇപ്പോൾ അവൾ 3 ദിവസമായിട്ട് വിശപ്പിനെ മാറ്റുന്നത്. അപ്പോൾ അവളിങ്ങനെ തന്നെത്താൻ സംസാരിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ അവൾ തന്നെ പറയുക, ഞാനൊരു ഭയനല്ലേ, അതുകൊണ്ടല്ലേ കഴിക്കാൻ പാടില്ലാത്തത്, അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവളിങ്ങനെ നടന്നു വന്നിട്ടിരിക്കുമ്പോൾ അവളുടെ മനസ്സിന്ന് എന്തൊക്കെയാണ് സങ്കടം എന്നുള്ളത് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് വന്നിട്ട് ഇനിയൊരു സൈഡിൽ നോക്കുമ്പോൾ അപ്പോൾ അവളും അവളുടെ ഡോഗിനെ ജുംറ, വാ പോവാ നമുക്ക്, ജുംറ എന്നും പറഞ്ഞ് വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ചോളം ജുംറയാണ് അവളുടെ ഇപ്പോഴത്തെ ഫ്രണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഗ്രാമത്തിൽ ഇനിയൊരു വീട്ടിൽ ഒരു അച്ഛനും മകനും അവർ സംസാരിച്ചിട്ടിരിക്കുകയാണ്. മകൻ്റെ പേര് ഭാഗീരഥ്. അപ്പോൾ ഭാഗീരഥ് എന്നാണ് ആ മകൻ്റെ പേര്. അച്ഛൻ വന്നിട്ട് മലിന്ദർ ഗംഗാപുത. അപ്പോൾ മലിന്ദർ ഗംഗാപുത, ഭാഗീരഥ്, ഇവർ രണ്ടുപേരും ഇരുന്ന് എന്തോ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കുകയാണ്. എന്താ വെച്ചാൽ ഭാഗീരഥ് നല്ല പഠിക്കണ ഒരു കുട്ടിയാണ്. അങ്ങനെ ഭാഗീരഥിന് സ്കോളർഷിപ്പ് കിട്ടി. ഇനി ഹയർ സ്റ്റഡീസിന് വേറെ നാട്ടിൽ പോയി പഠിക്കണം. അത് അതിനെപ്പറ്റി പറയുമ്പോൾ അച്ഛന് വല്ലാത്ത സന്തോഷമായി. ഭാഗീരഥ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഒരു കുഴപ്പം എന്താണ്, നമ്മുടെ നാട്ടിനകത്ത് ഏതാ മോനെ നല്ല സ്കൂള്, അത് നടക്കുമോ? അപ്പോൾ ഭാഗീരഥ് പറയാം, അതല്ല അച്ഛാ, എനിക്ക് എന്തായാലും ഹയർ സ്റ്റഡീസിന് പോയി തന്നെ ആവണം. ഹയർ സ്റ്റഡീസിന് ഞാൻ പോയാൽ മാത്രമേ എനിക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മലിന്ദറിനെ സങ്കടപ്പെടുത്തുന്നത് ഇപ്പോൾ അതല്ല പ്രശ്നം. ട്രെയിൻ റോബറി നടക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അപ്പോൾ ഈ ലാസ്റ്റ് സീനിൽ ഓർമ്മ നിൽക്കണം. അപ്പോൾ ട്രെയിനിനകത്ത് ഗുണ്ടകൾ കയറി ആക്രമിക്കുക, അവരുടെ പൈസയും സ്വർണം മേടിക്കുക. ഈ ഒരു ട്രെയിൻ തട്ടിപ്പ്, ട്രെയിനിനകത്തൊരു മോഷണം നടന്നിട്ടിരിക്കുന്ന കാലമാണ്. അത് പറ്റില്ല മോനെ, ട്രെയിനിൽ നീ യാത്ര ചെയ്ത് പോവാ പറഞ്ഞാൽ നടക്കില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല സ്കൂളും ഇല്ല. അപ്പോൾ ഭാഗീരഥ് പറഞ്ഞു, അതൊന്നും എനിക്ക് പേടിയില്ലാന്ന്. പക്ഷെ അച്ഛനും നല്ല പേടിയാണ്. അപ്പോൾ ഈ കള്ളന്മാർ ഉപയോഗിക്കുന്നത് ട്രാക്കിൻ്റെ മുന്നിൽ ബാമ്പു പറഞ്ഞാൽ എന്താ, മുള, നിറയെ മുളേനെ ട്രാക്കിലിടും. പിന്നെ ട്രെയിനിന് എങ്ങനെ പോകാൻ പറ്റുക? അഥവാ ആ മുളകളെ വെട്ടിക്കടഞ്ഞ് പോകാൻ നോക്കിയാലും ആക്സിഡൻ്റ് ആവും. അതാണ് യാഥാർത്ഥ്യം, അതാണ്. അപ്പോൾ ഈ ട്രെയിൻ റോബറി, ട്രാക്കിൽ ബാമ്പു സ്റ്റിക്സിനെ നിറയിടും. അങ്ങനെ
മോഷണം നടക്കും. ഇത് ലാസ്റ്റ് സീനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വഴിയെ ഓർമ്മ വരണം. അങ്ങനെ ഈ ഒരു പ്രശ്നമുള്ളപ്പോൾ എങ്ങനെയാണ് ഭാഗീരഥ് പോവാ ചോദിച്ചു. അപ്പോൾ ഭാഗീരഥ് പറയണത്, അതൊക്കെ രാത്രിയല്ലേ അച്ഛാ ഈ കൊള്ളക്കാർ വരുന്നത്, ഞാൻ പകൽ നേരത്തല്ലേ ട്രെയിനിൽ പോകാൻ പോകുന്നത്. അത് പറഞ്ഞപ്പോൾ നീ പറയുന്നത് ശരിയാ, അപ്പോൾ അത് നോക്കാം അല്ലേ എന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവരുടെ വീട്ടിൽ ബായേൻ എത്തി. അപ്പോൾ ഇനിയൊരു പ്രശ്നം എന്താ പറയണമെന്ന് വെച്ചാൽ, ബായേൻ വന്നിട്ട് കുറച്ച് പ്രശ്നമുള്ളതാണ്. അതിൻ്റെ കാര്യം കൂടെ അവർ ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് ബായേൻ അവരുടെ വീട്ടിൽ ഗംഗാപുത എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മലിന്ദറിന് പേടിയായി. മകൻ്റെ കണ്ണു പൊത്തി. അവൻ്റെ തലയിൽ ഒന്ന് തുപ്പും വേണമെന്ന്. എന്താ ഈ തലയിൽ തുപ്പുന്ന വെച്ചാൽ, കണ്ണ് തട്ടിയാൽ ഒരു ദിവസം നമ്മൾ കുറേ പേര് വന്ന് നമ്മളെ ഭംഗി നന്നായിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വറമുളക് പൊട്ടിച്ചിട്ട് അതിലവസാനം നമ്മൾ അങ്ങനെ ശരിക്കും തുപ്പണം എന്നില്ല, തുപ്പണമാതിരി ആക്ഷൻ കാട്ടിയാലും മതി. അതെന്താ വെച്ചാൽ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി തുപ്പുന്നത് എന്ന് പറയാം. പെട്ടെന്ന് മകൻ്റെ തലയിൽ ഇങ്ങനെ തുപ്പിയിട്ട് മാറ്റി നിർത്തി. ഭാഗീരഥിൻ്റെ കണ്ണ് പൊത്തി മലിന്ദർ. ഭാഗീരഥും ഒന്ന് പേടിച്ചു, എന്താ അതെന്ന്, ബായൻ വീട്ടിൽ വരികയെന്ന്. അതേ സമയത്ത് മലിന്ദറും പേടിച്ചിട്ട് തിരിഞ്ഞിരുന്നു. എന്നിട്ട് മലിന്ദർ അവളെ ചീത്ത പറയാണ്, എന്തിനാടി ഇവിടെ വരണത്, പൊയ്ക്കോ. അപ്പോൾ ബായൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കുന്നില്ലല്ലോ, തിരിഞ്ഞാ നിൽക്കുന്നതെന്ന്. അപ്പോൾ ബായൻ പറയാണ്, ഞാൻ തിരിഞ്ഞ് നിൽക്കുകയാണ്, എനിക്കറിയാലോ ഞാൻ നോക്കാൻ പാടില്ല നിങ്ങളെന്ന്, അതുകൊണ്ട് ഞാൻ തിരിഞ്ഞിരിക്കുകയാണ്. എനിക്ക് കുറച്ച് എണ്ണ തരും മലിന്ദർ, ഗംഗാപുത, എനിക്ക് കുറച്ച് എണ്ണ വേണം. മുടി ചീകിയിട്ട് തന്നെ കുറേ ദിവസമായി. എൻ്റെ മുടിയിൽ നോക്ക്, തേക്കാൻ എണ്ണയില്ലാതെ എങ്ങനെ മുടി ചീകാൻ പറ്റുക, കുറേ ദിവസമായി എൻ്റെ മുടിക്ക് എണ്ണ കുറച്ച് തേച്ചിട്ടെന്ന്. അപ്പോൾ മലിന്ദറിന് മനസ്സിലായി, എന്താ കുറച്ച് അരിയും സാധനങ്ങളും മേടിക്കാനപ്പോൾ ഇവിടെ വന്നതെന്ന്. അപ്പോൾ മലിന്ദർ പറഞ്ഞു, ഇവിടെ നീ വരാൻ പാടില്ല, പൊയ്ക്കോ ആദ്യം. പിന്നെ ഇനിയൊരു കാര്യം പറഞ്ഞത്, എനിക്ക് എണ്ണ വീട്ടിൽ വിളക്ക് വയ്ക്കാൻ പോലും എണ്ണയില്ല, എനിക്ക് പേടിയാവുന്നുണ്ട്. പിന്നെ അരി കുറച്ച് കിട്ടിയാൽ കൊള്ളാം, കഴിച്ചിട്ട് തന്നെ 3 ദിവസമായി ഇന്ന്. അപ്പോൾ മലിന്ദറിന് ആകെ ഷോക്കായി. അതെങ്ങനെയാണ് നീ ഇങ്ങനെ പറയുക, റേഷൻ കിട്ടുന്നില്ലേ, റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി സാറ്റർഡേ അല്ലേ റേഷൻ വരണത്. അപ്പോൾ പറഞ്ഞു, തേഴ്സ്ഡേ ആകുമ്പോഴത്തേക്കും തന്നെ എൻ്റെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു, റേഷൻ വന്നാൽ തന്നെ ഇപ്പോൾ എന്താ അവർ തരിക, ഒരു പിടി അരി, ഒരു നുള്ളു ഉപ്പ്, പിന്നെ കുറച്ച് എണ്ണ, ഒരാഴ്ചക്ക് ഇത് എങ്ങനെയാണ് ഗംഗാപുത എനിക്ക് മതിയാവുക ചോദിച്ചു. അപ്പോഴത്തേക്കും മലിന്ദറിന് ദേഷ്യം വന്നു. വേറൊന്നുമല്ല, തട്ടിപ്പ് നടത്തുക അല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം, ഗവൺമെൻറ്റിൽ തട്ടിപ്പ്. അപ്പോൾ ഈ സീനൊന്ന് ശ്രദ്ധിക്കണം. ഏത് കാലം തൊട്ടാണ് ഗവൺമെൻറ് സ്റ്റാഫ്സൊക്കെ കോഴ വാങ്ങലും കൊടുക്കേണ്ട സാധനം കൊടുക്കാണ്ടിരിക്കലും ഒക്കെ, എല്ലാവരും ഒരിക്കലും തട്ടിപ്പല്ല, പക്ഷെ ഒരു ചില ആൾക്കാർ കോഴയ്ക്ക് വേണ്ടി ചെയ്യുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മലിന്ദറിന് കാര്യം മനസ്സിലായി. അപ്പോൾ ഇവൾക്ക് ബായന് കൊടുക്കേണ്ട സാധനങ്ങളൊന്നും എത്തിക്കുന്നില്ല അല്ലേ, ഞാനത് ആക്ഷൻ എടുത്തോളാം എന്ന് മലിന്ദർ പറയുന്നുണ്ട്. ഞാനെന്തായാലും ഗവൺമെൻറ് സ്റ്റാഫാണല്ലോ, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞു. അപ്പോൾ ശരി, ഇപ്പം നീ ഇവിടുന്ന് പോകണം, എന്തായാലും ഞാൻ പൈസ തരാം. അപ്പോൾ അവൾ സാധനങ്ങളൊന്നും ഇല്ല പറഞ്ഞപ്പോൾ ചോദിച്ചു, പൈസ തന്നാൽ നീ പോവോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് അരിയും സാധനങ്ങൾ തന്നെ വേണം, കാരണം പൈസ കിട്ടിയിട്ട് എനിക്ക് എന്താ കാര്യമുള്ളത് ഗംഗാപുത, എനിക്ക് ആരും ഒന്നും തരില്ലല്ലോ, എനിക്ക് കടയിൽ നിന്ന് ആരും സാധനങ്ങൾ തരില്ല, എന്നെ പുറത്ത് കണ്ടാൽ തന്നെ അവർ കല്ലെറിയും, ഞാൻ എങ്ങനെയാണ് വാങ്ങുക ചോദിച്ചു. അപ്പോൾ ശരി, അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇപ്പം ഇവിടുന്ന് പോവുക, ഞാനിപ്പോൾ കടയ്ക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് മരത്തിൻ്റെ ചുവട്ടിൽ വയ്ക്കാം, മരത്തിൻ്റെ അടിയിൽ നിന്ന് ഞാൻ പോയതിന് ശേഷം എടുത്തിട്ട് വീട്ടിൽ പറഞ്ഞു. ശരി, അപ്പോൾ ബായൻ സമ്മതിച്ചു. ശരി, എന്തായാലും ഗംഗാപുത പോയി വാങ്ങിയിട്ട് വരുമല്ലോ സാധനങ്ങളൊക്കെ. അപ്പോൾ ഭാഗീരഥിൻ്റെ അടുത്ത് അകത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗീരഥാണെങ്കിൽ അവിടെ തന്നെ നിന്ന് ഷോക്കായി, അച്ഛൻ എങ്ങനെയാണ് ബായൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഭാഗീരഥ അവിടെ നിൽക്കണം കണ്ടപ്പോൾ, എന്താ ഭാഗീരഥ ഇവിടെ നിൽക്കണം, അകത്ത് പറഞ്ഞു. അപ്പോൾ ഈ ബായന് ഭയങ്കര സങ്കടം. അപ്പോൾ ചോദിച്ചു, എവിടെ ഭാഗീരഥ് ഇവിടെ ഉണ്ടോ. അപ്പോൾ ഭാഗീരഥ് ഇവിടെ ഉണ്ടല്ലേ എന്ന് പിന്നെയും സന്തോഷം കൊണ്ടും ഒരു നഷ്ടപ്പെട്ടത് എന്നുള്ള ഒരു ഇതും കൊണ്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മലിന്ദറിന് ദേഷ്യം വന്നു.
ചോദിച്ചു, നിനക്കെന്താടി എൻ്റെ മകനെയും കൊല്ലണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? പൊയ്ക്കോ ഓടുന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കല്ലെടുത്ത് മലിന്ദർ ബായനെ എറിഞ്ഞു. നിർത്താതെ 2-3 കല്ല് എറിഞ്ഞു. അപ്പോഴത്തേക്കും ബായൻ ആകെ സങ്കടമായി, കരഞ്ഞു, ഞാൻ പൊക്കോളാം എന്നെ കല്ലെറിയല്ലേന്ന്. അപ്പോൾ ഈ ഒരു സീനും ഓർമ്മ വേണം. മലിന്ദർ ബായനെ കല്ലെറിഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ ആക്റ്റിലൊന്ന് നോക്കണം നമുക്കിത്. അപ്പോൾ അങ്ങനെ ഭയങ്കര സങ്കടമായിട്ട് അവളിങ്ങനെ കരഞ്ഞിട്ട് പറയാ, ജുമ്ര നീ ഓടിക്കോ, എന്നെ കല്ലെറിഞ്ഞ പോലെ നിന്നെ ഇവർ കല്ലെറിയും ജുമ്ര, നീ പൊക്കോ ജുമ്ര, ഓടിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ മലിന്ദർ ചോദിച്ചു, നീ ഏത് ലോകത്താണ് ജീവിക്കണത്? എവിടാ ജുമ്ര? അത് ചത്തിട്ട് എത്ര വർഷമായി? അപ്പോൾ മലിന്ദറിൻ്റെ വാക്കുന്ന് നമുക്ക് മനസ്സിലാക്കാം, ബായൻ്റെ കൂടെ ഒരു ഡോഗ് ഉണ്ട് പറഞ്ഞത് അവരുടെ സങ്കല്പം മാത്രം. ഉണ്ടായിരുന്നതാണ് പണ്ട്, പക്ഷേ ആ ഡോഗ് എത്രയോ വർഷം മുമ്പ് മരിച്ചു. ബായൻ്റെ വിചാരം ഇപ്പോഴും ഡോഗ് ജീവിച്ചിരിപ്പുണ്ട് എന്നാണ്. അപ്പോൾ സങ്കല്പമാണ്, അവളുടെ ഒരു ഇമാജിനേഷൻ ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ബായൻ്റെ കണ്ടീഷൻ. അപ്പോൾ കരഞ്ഞുകൊണ്ട് ഒരു ഓട്ടം ഓടി. എന്താണ് ഇത്, എൻ്റെ ഒരു ഗതികേട് നോക്ക്, എൻ്റെ ഡോഗ് എൻ്റെ കൂടെ ഇല്ലേ, എൻ്റെ ജുമ്ര പോയോ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കരഞ്ഞും കൊണ്ട് ഓടും. അപ്പോൾ 1 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും മലിന്ദറിന് ആകെ കരച്ചിലായി. എന്ത് പണിയാണ് ഞാൻ ഈ ചെയ്തത്? ഒരു സ്ത്രീയാണെന്നും കൂടെ നോക്കാതെ അവളെ കല്ലെറിഞ്ഞില്ലേ? വെണ്ണ പോലെ സോഫ്റ്റായിട്ടിരുന്ന ഒരു ശരീരമല്ല അത്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര മൃഗീയമായതെന്ന് ആലോചിച്ച് കരഞ്ഞിട്ടേ ഇരിക്കുക. നല്ല പോലെ ഒന്ന് കരഞ്ഞു. അപ്പോൾ ഈ ചെക്കൻ ഭാഗീരഥ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവിക്കുന്നത്? അച്ഛനാണെങ്കിൽ ബായൻ്റെ അടുത്ത് മിണ്ടാൻ പാടില്ല എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ബായൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുക, കല്ലെറിയുകയും ചെയ്തു. അവസാനം ആ അച്ഛനെതിനപ്പം കരയണതെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഭാഗീരഥ ചോദിച്ചു, എന്താണ് അച്ഛാ ബായൻ്റെ അടുത്തൊക്കെ പോയി അച്ഛൻ മിണ്ടിയത്? ഇത് ശരിയല്ലല്ലോ പറഞ്ഞു. എൻ്റെ രണ്ടാനമ്മ പറഞ്ഞിട്ടുണ്ട് ബായൻ എന്താ സംഭവമെന്ന്. ബായൻ നമ്മളെ കൊല്ലും. അതുമാത്രമല്ല, സ്കൂൾ വിട്ടാൽ നേരെ വീട്ടിലേക്ക് ഓടി വരണം. ബായനെ എവിടെയെങ്കിലും പരിസരത്ത് കണ്ടാൽ നിൻ്റെ പച്ച ചോര അവൾ ഊറ്റി കുടിക്കും. അതുകൊണ്ട് എൻ്റെ രണ്ടാനമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് സ്കൂൾ വിട്ടാൽ ഓടി വരണം, എവിടെയും ബായനെ കണ്ടാൽ തിരിഞ്ഞു നോക്കാതെ വരണം എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു രാക്ഷസിയുടെ അടുത്ത് അച്ഛൻ എങ്ങനെ സംസാരിച്ചു എന്ന്. അപ്പോൾ മലിന്ദർ പറഞ്ഞു, ഒരിക്കലും ആരെ കൊന്നാലും അവൾ എന്നെ നിന്നെ ഒന്നും ചെയ്യില്ല മോനേന്ന്. അപ്പോൾ എന്താണ് അച്ഛൻ പറയണമെന്ന് മനസ്സിലാവില്ല. അതായത് അത് ഇപ്പോഴാണ് ഭയനായത്, പക്ഷെ പണ്ട് ആരായിരുന്നു അറിയോ? അതാണ് നിൻ്റെ അമ്മ. അപ്പോൾ ഭാഗീരഥന് ആകെ സങ്കടമായി. എന്താണ് എൻ്റെ അമ്മയോ? എന്താണ് അച്ഛാ ഈ പറയണത് ചോദിച്ചു. അപ്പോൾ വിധിയാണ് എന്നെയും നിന്നെയും അവളുടെ അടുത്ത് നിന്ന് പിരിച്ചത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലാവണില്ല. അപ്പോൾ പറയണമെങ്കിൽ ഇപ്പോഴും ഇതൊന്നും നിസ്സാരപ്പെട്ട കാര്യമായിരുന്നില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോകണം എന്താ ഉണ്ടായതെന്ന്. അപ്പോൾ ബായനെ പറ്റി ഇനിയും മോശമായൊരു അഭിപ്രായം എന്താ വെച്ചാൽ, ചെറിയ കുട്ടികളെ കുഴിച്ചിടുക, മരിച്ചുപോയ കുട്ടികളെ കുഴിച്ചിടുക മാത്രമല്ല, ജനങ്ങൾ ഇനിയൊരു കാര്യം വിശ്വസിക്കുന്നുണ്ടായിരുന്നു. മരിച്ചുപോയ കുട്ടികൾക്ക് പാല് കൊടുത്ത് പിന്നെയും അവരെ ജീവനോടെ കൊണ്ടുവരാൻ നോക്കും. അതായത് ഒരു ദുഷ്ടശക്തിയാക്കും. അപ്പോൾ മരിച്ച കുട്ടികൾക്ക് പാല് കൊടുത്ത് അവളെപ്പോലെ ആക്കാൻ നോക്കുകയാണ്. എന്താ വെച്ചാൽ അവൾക്ക് പാല് ഒറ്റുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അത് നമുക്ക് 3rd ആക്റ്റിൽ പറയാം എന്താ ഏതാന്നുള്ളത്. അപ്പം മരിച്ചു പോയ കുട്ടിക്ക് കല്ലറയിൽ അവൾ പാല് കൊടുത്തിട്ടാണ് അവൾ വളർത്തുന്നത്. അങ്ങനെയൊക്കെ, അതായത് കല്ലറയിൽ വെച്ച് അവൾ പാല് കൊടുക്കുകയാണ് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ അതിലുണ്ട്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഇത്രമാത്രം ഒരു രാക്ഷസിയുടെ രീതിയിൽ എത്തിയത് എന്നുള്ളത് ഇപ്പോൾ ഭാഗീരഥ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കാര്യത്തിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഭാഗീരഥ ഏതാന്ന് അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണം. അപ്പോൾ ഭാഗീരഥിൻ്റെ സങ്കടം എന്താ വെച്ചാൽ, എൻ്റെ അമ്മയാണോ മുടിയിൽ എണ്ണ തേക്കാൻ പറ്റാണ്ടും സാരി പോലും ഇല്ലാണ്ടും ഇങ്ങനെ കീറിയ വസ്ത്രം ധരിച്ച് നടക്കണത് എന്ന് സങ്കടം വന്നപ്പോൾ
എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് ഇനി അടുത്തത് പറയുന്നത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു വെച്ചാൽ, ഒരു ഹോളി ദിവസം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളേഴ്സ് ഇങ്ങനെ എറിഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കളിക്കുന്ന ആഘോഷമായ ഒരു നല്ലൊരു ദിവസം. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയി, ഒരു 12 വർഷത്തിന് മുമ്പ് എന്തായതെന്ന് പറയണം. അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ ആഘോഷിച്ച് കളിച്ച് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത്, അതുപോലെ ഡ്രിങ്ക്സ് കഴിക്കും, അങ്ങനെ നല്ല രീതിയിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്ന് ബായനായി നമ്മൾ കാണുന്ന ആ സ്ത്രീ ശരിക്കും ആരാ? അവളുടെ പേരാണ് ചാന്ദിദാസി ഗംഗാദാസി. 2 വേർഡാണ്, പക്ഷേ 2 പേരല്ല. ചാന്ദിദാസി ഗംഗാദാസി എന്നാണ് അവളുടെ പേര്. കലു വംശത്തിലുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ കുടുംബത്തിൻ്റെ ഒരു ആൻസിസ്റ്റേഴ്സ് എന്ന് പറയാലോ. കലു വംശത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഈ ചാന്ദിദാസി ഗംഗാദാസി. അപ്പോൾ ബായേനൻ്റെ യഥാർത്ഥ പേരെന്താ വെച്ചാൽ ചാന്ദിദാസി ഗംഗാദാസി. അങ്ങനെ ഈ സ്ത്രീ പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കുമായിരുന്നു. കറുപ്പാണ് എൻ്റെ ഇഷ്ടപ്പെട്ട വർണ്ണം, കൃഷ്ണൻ കറുപ്പാണ്. അങ്ങനെ ഓരോന്നും കറുപ്പിൻ്റെ ഒരു ഗുണം പറഞ്ഞ് അവൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആഘോഷിക്കണ സമയത്താണ് ഈ മലിന്ദർ ആ സ്ത്രീയെ പോയി കാണുന്നുണ്ടായിരുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ചാന്ദിദാസിയെ ഇഷ്ടപ്പെട്ടു. ചാന്ദിദാസിയുടെ അടുത്ത് അപ്പോൾ നേരിട്ട് തന്നെ പോയി ചോദിക്കാം, കല്യാണം കഴിയാത്ത പെണ്ണാണെങ്കിൽ മലിന്ദർ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് ആഗ്രഹത്തോടെ പോയി. അങ്ങനെ ചോദിച്ചപ്പോൾ ഇവൾ ആകെ ഷോക്കായി. അപ്പോൾ അവൾ പറഞ്ഞത്, കല്യാണം കഴിച്ച് ഒരു കുടുംബത്തിൽ ജീവിക്കാമെന്നുള്ളതൊന്നും എൻ്റെ രീതിയിൽ ഇപ്പോൾ ഇല്ല, ഞാനും അച്ഛനും മാത്രമേ ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് പറഞ്ഞു. അപ്പോൾ എന്താണ് അതിന് പ്രശ്നം? നിന്നെ കല്യാണം കഴിച്ച് ഞാൻ കൊണ്ടുപോയാൽ അതിൽ തെറ്റെന്താ ചോദിച്ചു. മലിന്ദർ പറഞ്ഞു, എനിക്ക് ഗവൺമെൻറ് ജോലിയുണ്ട്. അന്നൊക്കെ പറഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ, ഒരു ഏരിയക്കകത്ത് തന്നെ ഒരാൾക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടാവുള്ളൂ. പണ്ട് ഇനിയും പറഞ്ഞാൽ, ഒരു ഗ്രാമത്തിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഗ്രാമത്തിലെ ഒരാൾക്ക് ചിലപ്പോൾ ഗവൺമെൻറ് ജോലി ഉണ്ടാവുള്ളൂ. അന്നൊക്കെ എന്താ വെച്ചാൽ പഠിച്ച് പാസ്സായ ജോലി. എന്നാൽ ഇന്ന് അങ്ങനെയല്ലല്ലോ. അപ്പോൾ അന്ന് ഒരാൾ നല്ല മാർക്കെടുത്ത് പാസ്സായാൽ ഗവൺമെൻറ് ജോലി കിട്ടിയിരുന്ന കാലമാണത്. അപ്പോൾ മലിന്ദർ പറഞ്ഞു, എൻ്റെ കുളത്തിൽ വന്ന്, എൻ്റെ വംശത്തിൽ വന്ന് എനിക്ക് അങ്ങനെ ഒന്നും ആർക്കും ജോലി ഉണ്ടായിരുന്നില്ല. ഞാൻ വന്നിട്ട് ഗവൺമെൻറ് ജോലി ഉള്ള ആളാണ്. എനിക്ക് പേരെഴുതാനും സൈൻ ഇടാനും എനിക്ക് അറിയാം. അതുകൊണ്ട് എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി. അപ്പോൾ ചാന്ദിദാസി ഗംഗാദാസി പറയുക, ഞാൻ വന്നിട്ട് ഞാനും അച്ഛനും മാത്രം താമസിക്കുന്ന എൻ്റെ പണി വന്നിട്ട് ഇതുപോലെ, അവളിപ്പോൾ അവളുടെ ഇപ്പോഴത്തെ തൊഴിൽ എന്താണെന്നുള്ളത് പറയുക, കുട്ടികൾ മരിച്ചാൽ ആ കുട്ടികളെ കുഴിച്ചിടുന്നത് ചാന്ദിദാസി ഗംഗാദാസിയുടെ ജോലിയാണ്. പിന്നെ ഒരാഴ്ച ആ കല്ലറയുടെ അടുത്ത് കാവലിരിക്കണം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചവൾക്ക് വീട്ടിൽ പോവാം. ഇത്രയേ ഉള്ളൂ. എന്നാൽ ബായനല്ല അത്. ഈ സ്ത്രീയുടെ, അതായത് ഈ ചാന്ദിദാസി ഗംഗാദാസിയുടെ കുടുംബത്തൊഴിലാണ്. ആദ്യം ഇപ്പം ഈ സ്ത്രീ ചെയ്തു, ഇതിനു മുമ്പ് ഈ സ്ത്രീയുടെ അച്ഛനാണ് ചെയ്തത്. ആൺമക്കളില്ല, ഈ ഒറ്റ മോളേ ഉള്ളൂ. അതുകൊണ്ട് കുടുംബത്തിൻ്റെ തൊഴിലായതുകൊണ്ട് ചാന്ദിദാസി ഇത് ചെയ്തിരിക്കണം. വേറെ വഴിയില്ല. ആൺമക്കളുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ഏറ്റെടുക്കുമായിരുന്നു. പക്ഷേ ഒറ്റ മോളായതുകൊണ്ട് ചാന്ദിദാസി തന്നെ ചെയ്തോളണം. പിന്നെ കുടുംബത്തൊഴിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിനോടുള്ള സ്നേഹം കുറച്ചൊന്നുമല്ല ചാന്ദിദാസിക്കുള്ളത്. അപ്പോൾ മനസ്സിനകത്തെ അലിഞ്ഞു കിടക്കുന്ന ഒരു സ്വത്ത് എന്ന് വേണം പറയാൻ. എത്രത്തോളമാണ് ചാന്ദിദാസിക്ക് ഇത് ഇഷ്ടമായത് എന്നുള്ളത് അടുത്ത ആക്റ്റിൽ പറയും. അപ്പോൾ അങ്ങനെ എൻ്റെ തൊഴിൽ വന്നിട്ട് ഇതാണ്. അപ്പോൾ മലിന്ദർ അതൊന്നും കുഴപ്പം പറഞ്ഞില്ല. അതിനെന്താണ്, കല്യാണം കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ ഭാര്യ എന്നുള്ള രീതിയിലായിരിക്കാൻ പോണം. ഈ തൊഴിൽ നിനക്കപ്പം ചെയ്യണം എന്നില്ല. പക്ഷെ അതൊന്നും, അപ്പോഴും ചാന്ദിദാസി പറഞ്ഞു, കല്യാണം കഴിഞ്ഞാലും ഇവള് തന്നെ അത് ചെയ്യണം. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. എന്തായാലും ഇതാണ് ചാന്ദിദാസി, ഇതാണ് അവളുടെ ജോലി പറഞ്ഞു. മലിന്ദർ, എനിക്കെല്ലാം കൊണ്ടും സമ്മതമാണ്. അപ്പോൾ കല്യാണം കഴിക്കാൻ തയ്യാറാണോ ചോദിച്ചു. കഴിക്കാൻ പറഞ്ഞു. എന്നാൽ ചാന്ദിദാസിയുടെ ഭംഗി നിസ്സാരപ്പെട്ടതല്ല. ഈ സ്വർണ്ണ നിറം പറയുമല്ലോ, അതുപോലെ കളറാണ്.
നല്ല ഭംഗിയാണ്, നന്നായി പാട്ടുപാട്, ഡാൻസ് കളിക്കുക, ടാലൻറ്റും ഉണ്ട്, മൊത്തത്തിൽ നല്ലൊരു പെണ്ണാണ്. ഇവളുടെ ഭംഗി കണ്ട ആ നാട്ടിൽ എല്ലാവർക്കും അസൂയാണ്. അപ്പോൾ ഈ നാടകത്തിൻ്റെ ഇനിയൊരു തീം വന്നിട്ട് അസൂയ. അസൂയ തന്നെയാണ് ഇനിയൊരു പ്രശ്നം ഇതിൽ. അപ്പോൾ ഈ സ്ത്രീയെ കണ്ട എല്ലാവർക്കും അസൂയാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇതിൽ ഫസ്റ്റ് ആക്ട് കഴിഞ്ഞു. അടുത്ത ഇത് അപ്പോൾ ഡ്രാമയാകുമ്പോൾ സ്റ്റേജിലപ്പോൾ നിങ്ങൾ കാണുന്ന വെച്ചാൽ ഇവിടെ കർട്ടൻ ഇടും. അങ്ങനെ എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കുമ്പോൾ സമ്മതം എന്ന് അവൾ പറയണു, കർട്ടൻ ഇട്ടു. കർട്ടൻ തുറക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു താരാട്ട് പാട്ട് പറഞ്ഞില്ലേ, അതാണിനി. മൈ ചൈൽഡ് ഗോഡ് സ്ലീപ്സ് ഇൻ മൈ ലാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരു പാട്ട്. എപ്പോഴാണ് ഈ പാട്ട് ഈ ബയൻ പാടിയതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഭാഗീരഥ് ജനിച്ചു കഴിഞ്ഞു. ഭാഗീരഥിന് പാല് കൊടുത്ത് ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാടിയ താരാട്ടുപാട്ടാണ് ഇത്. അപ്പോൾ ഈ താരാട്ടുപാട്ട് ഈ നാടകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ആ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മകൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ ആരുമില്ലാത്ത സമയത്ത് ഇപ്പോൾ പ്രസവിച്ച അമ്മമാരൊക്കെ സംസാരിക്കുമല്ലോ, ആരുമില്ല ചുറ്റും, എന്നാൽ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയണ്ടായിരുന്നു. അപ്പോൾ ചാന്ദിദാസി മോൻ്റെ അടുത്ത്, ഭാഗീരഥ് മടി കടന്നുറങ്ങണ കുട്ടിയുടെ അടുത്ത് പറയുക, എന്തായാലും മോനെ, നിൻ്റെ അച്ഛനക്ക് നമ്മളെ നോക്കാൻ സമയമേ ഇല്ല, നമ്മുടെ കാര്യം തന്നെ അച്ഛനിപ്പോൾ നോക്കാൻ നേരമില്ല. എന്താ സ്നേഹമില്ല അതന്നെ, അല്ലെങ്കിൽ നിനക്ക് ഇന്നലെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞ ഡ്രസ്സ് മറക്കുമോ? അച്ഛനൊക്കെ മറക്കണു, നമ്മളടുത്ത് ഒരു സ്നേഹവും. പിന്നെ ഈ ഗ്രാമത്തിലെല്ലാവരും എന്നെ അസൂയയോടെ നോക്കണു മോനെ. പിന്നെ അതുമാത്രമല്ല, ഒരാൾ എന്നെ കല്ലെറിഞ്ഞു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു കല്ലെറിയാന്ന്. എപ്പോഴാണ് ചാന്ദിദാസിനെ ആദ്യമായിട്ട് കല്ലെറിഞ്ഞത് എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ? ഗ്രാമത്തിലാരോ ഒരാൾ ചാന്ദിദാസി കടയ്ക്ക് പോയിട്ട് വരുന്ന സമയത്തോ പുറത്തിങ്ങനെ അവളിങ്ങനെ പോയി നടന്നിട്ടിരിക്കുന്ന സമയത്ത് ആരോ ഒരാൾ ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു. ഈ അടുത്താണ് പ്രസവിച്ചത്. ഇപ്പോൾ പ്രസവിച്ച സ്ത്രീയാണെന്നും പോലും നോക്കിയില്ല. ഇത് ഇവളിങ്ങനെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ മലീന്ദ്ര പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് കയറി വന്നു. നല്ല ദേഷ്യം വന്നു. ആരാ നിന്നെ കല്ലെറിഞ്ഞ് എവിടെ പറയുന്നത്? അപ്പോഴത്തേക്കും മലീന്ദ്രന് ദേഷ്യം വന്നിട്ട് ചാന്ദിദാസിനോട് ചോദിച്ചു, നിന്നെ ഒരുത്തൻ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് എൻ്റെ അടുത്ത് പറയണ്ടേ, നീ എന്താ ഒന്നും പറയാതെ മിണ്ടാണ്ടിരുന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് ചോദിച്ചു, അതിന് ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ നിങ്ങളെന്താ അത് അറിഞ്ഞിട്ട് ചെയ്യാൻ പോണത് ചോദിച്ചു. അപ്പോൾ ആരാ നിന്നെ കല്ലെറിഞ്ഞതെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് പറ എന്ന് തറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ചാന്ദിദാസി പറഞ്ഞു, ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, നിങ്ങളെന്താണ് അവനെ ഇപ്പോൾ തല്ലാൻ പോവാണോ? എന്നെ കല്ലെറിഞ്ഞു എന്നും പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ അവനെ തല്ലാൻ പോവാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇപ്പോൾ വേണ്ട. ശരി, എന്നാലും ആരാ എന്താണെന്ന് ചോദിക്കുകയെങ്കിൽ ചെയ്യാലോ പറഞ്ഞപ്പോൾ അവൾ തയ്യാറാവുന്നില്ല. ചാന്ദിദാസിക്ക് ഒരു സങ്കടം ഇപ്പോൾ പറയാനുണ്ട്. അപ്പോഴത്തേക്കും മലീന്ദർ ഇവർക്ക് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞ സാധനം കുട്ടിക്ക് വന്നിട്ട് ഡ്രസ്സ്, മോൻ്റെ ഷർട്ട് നിങ്ങൾ മറന്നിട്ടേ ഇരിക്കുകയാണല്ലേ എന്ന്. അന്നും അവൻ മറന്നു. അപ്പോൾ മോനൊരു ചുവപ്പ് കളർ ഷർട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെന്താ മറന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടാണ്, ഞാൻ മറന്നിട്ടൊന്നുമല്ല. മോന് മാത്രമല്ല ഡ്രസ്സ്, മോൻ്റെ അമ്മയ്ക്കും അതെ, ഒരു മഞ്ഞ ബ്ലൗസും ചുവന്ന സാരിയും. അപ്പോൾ കുട്ടിക്ക് ഒരു ഷർട്ടും കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു സാരിയും. അപ്പോൾ ചാന്ദിദാസി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. അപ്പോൾ മലീന്ദറിന് അതിശയായി. ഭാര്യമാരൊന്നും ഇങ്ങനെ പറയില്ലല്ലോ, എനിക്ക് ഡ്രസ്സ് എടുത്തതാന്ന് വാശി പിടിക്കില്ലല്ലോ, നീ എന്താ ഞാൻ വാങ്ങിത്തരാൻ പറയുമ്പോൾ സാരി വേണ്ട പറയണോ ചോദിച്ചു. അപ്പോൾ ചാന്ദിദാസി പറഞ്ഞു, എന്തുകൊണ്ടാണ് ഒരാൾ എന്നെ കല്ലെറിഞ്ഞതെന്ന് ഇപ്പോൾ ചോദിച്ചില്ലേ, ഇതൊക്കെ തന്നെ കാരണം. ഈ നാട്ടിൽ തന്നെ ഗവൺമെൻറ് ജോലിയുള്ളത് നിങ്ങൾക്ക് മാത്രമാണ്. ഞാനാണെങ്കിൽ നല്ല നല്ല സാരി ഉടുക്കുക, നല്ല എൻ്റെ ഭംഗി കാണുമ്പോഴും ആർക്കും ഇഷ്ടമാവുന്നില്ല, പിന്നെ നല്ല ആഭരണങ്ങൾ. അപ്പോൾ നല്ല ഭംഗിയുള്ള സാരിയും നല്ല ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചാന്ദിദാസി അല്ലെങ്കിലേ നല്ല ഭംഗിയാണ്. ഇങ്ങനെ എന്നെ മൊത്തത്തിൽ കാണുമ്പോൾ ആർക്കും എന്നെ ഇഷ്ടമാവുന്നില്ല, അസൂയപ്പെടുന്നു. അപ്പോൾ ഈ സീനിൽ നമ്മൾ കാണുന്ന ചാന്ദിദാസി എങ്ങനെയുണ്ട്, നാടകം തുടങ്ങുമ്പോൾ കണ്ട ബായൻ എങ്ങനെയുണ്ട്? അപ്പോൾ നല്ല ആഭരണങ്ങളും നല്ല സാരിയും സ്വർണ്ണ നിറത്തിൽ വരുന്ന ഈ പെണ്ണാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ട ബായൻ. ആഭരണമില്ല, കീറിയ സാരിയാണ്, മുടിയിൽ എണ്ണയില്ല. അപ്പോൾ ഉള്ള വ്യത്യാസം ഒരു സ്ത്രീനെ എങ്ങനെയൊക്കെയാണ് ആക്കിയിരിക്കുന്നതെന്ന്.
അപ്പോൾ ശാന്തിദാസി പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ആൾക്കാർക്ക് നമ്മളെ കണ്ട അസൂയാണെന്ന്. അപ്പോൾ മലിന്ദർ ഇപ്പോൾ ചോദിച്ചു, നീ എന്തിനാ കാര്യമാക്കുന്നത്? നീ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ അത് നോക്കിയാൽ മതി. ആൾക്കാർക്ക് നല്ല അസൂയാണ്. എനിക്ക് ഗവൺമെൻറ് ജോലിയുള്ളതാണ് എല്ലാവർക്കും ദേഷ്യം. പിന്നെ ചെറിയ പ്രായത്തിൽ സ്കൂൾ കട്ടടിച്ചിട്ട് മരത്തിൻ്റെ ചോട്ടിലിരുന്ന് കളിച്ചത് അവരുടെ തെറ്റല്ലേ? ഞാൻ ആ സമയത്ത് പഠിച്ചു. ഞാൻ പഠിച്ച് നല്ല അറിവ് നേടിയത് കൊണ്ട് എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി. എനിക്ക് മാത്രമല്ല, നാളെ നോക്കിയോ ഭാഗീരഥിനെ നന്നായി ഞാൻ പഠിപ്പിക്കും, നല്ലൊരു ജെൻറ്റിൽമാൻ ആക്കും ഞാൻ, വേണമെങ്കിൽ നോക്കിയോ പറഞ്ഞു. അപ്പോഴത്തേക്കും ശാന്തിദാസിക്ക് നല്ല ചിരി. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോണം, ഫ്യൂച്ചറൊക്കെ ഇപ്പോൾ തീരുമാനിച്ചോന്ന്? അത് മാത്രമല്ല പല പല കാര്യങ്ങളുണ്ട്. എന്നിട്ട് രാത്രി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ആടിനെ കൊണ്ടുവന്നു, ഒരു മട്ടൻ കറി വയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ഇത് ഫ്രഷ് മട്ടനാണ്, ഇപ്പോഴാണ് അതിനെ കൊന്നത്. അപ്പോൾ ഫ്രഷ് മട്ടനാണ്, സങ്കടപ്പെടാതെ ഒന്ന് ചെയ്യുന്നു. അപ്പോൾ ഇനിയൊരു കാര്യം ഭയനല്ല ശാന്തിദാസി ഇങ്ങനെ പറയണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനൊന്നും സംസാരിക്കാത്തത്, കുറച്ച് സങ്കടം പറയാനുണ്ട് പറഞ്ഞു. എന്താ സങ്കടം ചോദിച്ചപ്പോൾ, നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ പാക്കി, അവൾ കുറച്ച് എന്നെ ചീത്ത പറഞ്ഞു എന്ന്. അപ്പോൾ മലിന്ദറിന് ആകെ ഷോക്കായി. നല്ല ടേംസിലല്ലേ നിങ്ങളൊക്കെ ഇരുന്നത്? പെങ്ങൾ പറഞ്ഞാൽ സ്വന്തം പെങ്ങളല്ല, ഒരു കസിൻ. പാക്കിക്ക് എന്താ കുഴപ്പം ചോദിച്ചു. പാക്കി വന്നിട്ട് ഞാൻ ചോദിച്ചു, പാക്കിയുടെ മകളുണ്ട്, തക്കിനി എന്നാണ് പേര്. തക്കിനി വന്നിട്ട് ചെറിയൊരു കുട്ടി, ഒരു 2-3 വയസ്സെങ്ങാണ്ട് പ്രായം കാണും. ശാന്തിദാസി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, അതായത് ഭാഗീരഥി ജനിക്കാത്ത സമയത്ത് തക്കിനിനെയാണ് സ്വന്തം മോളെ പോലെ വളർത്തിയത്. എപ്പോഴും ഭയങ്കര സ്നേഹം, ഭയങ്കര ലാളന. ശാന്തിദാസിനെ കണ്ട ആർക്കായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അവളുടെ അടുത്ത് തന്നെ പോവുള്ളൂ. അങ്ങനെ കൊഞ്ചിയും ഭയങ്കര സന്തോഷിച്ചും ഇങ്ങനെ നന്നായി നോക്കിയിട്ടിരുന്ന കുട്ടിക്ക് ചിക്കൻ ബോക്സ് പെട്ടെന്ന് വന്നു. അപ്പോൾ എങ്ങനെയുണ്ട് പാക്കി മോൾക്കെന്ന് ഞാൻ ഈ അടുത്ത് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പെങ്ങളെന്നെ പറയുക, നീ പോടി രാക്ഷസീന്ന്. അപ്പോൾ ആകെ സങ്കടമായി എനിക്ക്, ഒക്കെ നീ അടി വരുത്തി വെച്ചത്. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ ആരാണ് ആദ്യമായിട്ട് ഈ ശാന്തിദാസിനെ രാക്ഷസി എന്ന് പറഞ്ഞത്? ഇവളുടെ നാത്തൂൻ തന്നെ. നീ ഒരു രാക്ഷസിയാണടി, നീ കൊഞ്ചിച്ചത് കൊണ്ടാണ് എൻ്റെ മകൾ തക്കിനിക്ക് ഇപ്പോൾ വയ്യാണ്ടായത്. അപ്പോൾ തക്കിനിക്ക് ചിക്കൻ ബോക്സ് വരാൻ കാരണം ശാന്തിദാസി അവളെ കൊഞ്ചിച്ചത് കൊണ്ടാണ്, എടുത്തത് കൊണ്ടാണെന്ന്. അപ്പോൾ മലിന്ദറിന് ചിരിയാണ് വരണത് ഇത് കേട്ടിട്ട്. അത് വിവരം കെട്ട പെണ്ണാണ്, അവളുടെ വായി ശരിയല്ല. അവളുടെ വായി ശരിയല്ലാത്തത് കൊണ്ടാണ് അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോയത്. നിനക്കത് അറിയില്ലേ? പിന്നെന്തിനാ, കൾച്ചറില്ലാത്ത പെണ്ണാണ് അവൾ. അവൾ പലതും പറയും, നീ എന്തിനാ അതൊക്കെ കേട്ട് സങ്കടപ്പെടണമെന്ന് ചോദിച്ചു. അപ്പോൾ ശാന്തിദാസിക്ക് അത് മാത്രമല്ല, എന്നാൽ എന്നെ പോയിട്ട് ഞാൻ എൻ്റെ കുട്ടിയെ പോലെ സ്നേഹിച്ച കുട്ടിയെ പോയിട്ട് ഞാൻ കാരണം സ്മോൾ പോക്സ് വന്നു പറഞ്ഞാൽ അത് എത്ര കഷ്ടമാണോ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വിട്, അവൾ ശരിയല്ല, വായി ശരിയല്ല, അത്രയേ ഉള്ളൂ എന്ന്. പിന്നെ ഇനിയൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഇനി മേലാൽ കുട്ടികളെ കുഴിച്ചിടാൻ ശാന്തിദാസി തയ്യാറല്ല. അതിന് 2 കാരണമുണ്ട്. ഒന്നാമത്, ഇപ്പോൾ പ്രസവിച്ച പെണ്ണാണ് ശാന്തിദാസി. രാത്രിയൊന്നും കുട്ടിയുടെ കൂടെ ഇരിക്കാൻ, രാത്രി മാത്രമല്ല ഒരാഴ്ച വീട്ടിലേക്ക് വരാൻ പാടില്ല. എന്താ വെച്ചാൽ ഒരാഴ്ച ഡെഡ് ബോഡിക്ക് കാവലിരിക്കണം കല്ലറയുടെ അടുത്ത്. ഒരു സ്ത്രീ എങ്ങനെയാണ് രാത്രി ഒറ്റയ്ക്ക് കല്ലറയിൽ ഇരിക്കുക? പിന്നെ ഭാഗീരഥിന് ഫുൾ ടൈമും പാൽ കൊടുക്കണം. കുറച്ച് നേരം പാൽ കൊടുക്കാണ്ടിരുന്നാലും ബ്രസ്റ്റ് ആകെ വീർത്ത് ഭയങ്കര വേദന വരും. അപ്പോൾ കുട്ടിക്ക് പാൽ കൊടുക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇനി കല്ലറയിൽ കാവലിരിക്കാൻ പറ്റില്ല. ഇതൊരു റീസൺ. ഒരാഴ്ച കുട്ടിക്ക് എങ്ങനെയാണ് പാൽ കൊടുക്കാണ്ടിരിക്കുക, കുട്ടീനെ ആര് നോക്കും എന്നുള്ളത് ഒരു സങ്കടം. പിന്നെ ഇനിയൊന്ന്, കല്യാണത്തിന് മുമ്പ് കുട്ടികളെ കുഴിച്ചിടുന്ന പണി അവൾ അവരുടെ കുടുംബ തൊഴിലായിട്ട് സന്തോഷമായിട്ട് ചെയ്തിരുന്നു. ഇപ്പം എന്താണ്, ഇവളുടെ കയ്യിലെ ഒരു കുട്ടികൾ മരിച്ച് കല്ലറയിൽ വയ്ക്കുമ്പോൾ ആരുടെ ഓർമ്മയാണ് ശാന്തിദാസിക്ക് വരിക? അവളുടെ സ്വന്തം കുട്ടി ഭാഗീരഥനെ ഓർമ്മ വരും. അപ്പോൾ ഇനി ഒരു കാലത്തും ഈ പണി ഞാൻ ചെയ്യില്ല. അപ്പോൾ മലീന്ദർ ചോദിച്ചു, ഇത്രയുള്ളോ കാര്യം? നിൻ്റെ കുടുംബ തൊഴിലായതുകൊണ്ടാണ് നീ പോണത്. ഞാൻ പറഞ്ഞു നിൻ്റെ അടുത്ത് പോകാൻ. അപ്പോൾ ഒരിക്കലും
നിൻ്റെ ഇഷ്ടമല്ല നോക്കുക, നിൻ്റെ ഇഷ്ടം നീ തീരുമാനിക്കുക. നീ ഇപ്പോൾ മറ്റവരെ പോലെയല്ല, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ്. വീട്ടിലത്തെ പണി നോക്ക്, വേറെന്തെങ്കിലും ചെയ്യ്, കുട്ടിയെ നോക്ക്. നിൻ്റെ അടുത്ത് ആരാ കുട്ടികളെ കുഴിച്ചിടാനുള്ള പണിക്ക് എന്തിനാ പോകാൻ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇനി നീ പോണ്ട, അത്രയേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പോകുന്നില്ല, എനിക്ക് എന്തായാലും പറ്റില്ല എന്ന്. പക്ഷേ ആരെങ്കിലും നിർബന്ധിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇനിയൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ചോദ്യമൊന്നുമില്ല, പിടിച്ച് വലിച്ചുകൊണ്ട് പോകും ഇവളെ. സമൂഹത്തിലെ ആൾക്കാർ അങ്ങനെയായിരുന്നു. ഇവളുടെ തൊഴിൽ എന്താണ്? കുട്ടികളെ കുഴിച്ചിടുക എന്ന്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യില്ല പറഞ്ഞാൽ ആൾക്കാർ ചോയ്സ് ഒന്നും കൊടുക്കില്ല, വലിച്ചും കൊണ്ട് പോവും, ചെയ്ത് തന്നെ ആവണം പറയും. അങ്ങനെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. പക്ഷേ ഇവളിപ്പോൾ പ്രസവിച്ച ഒരു അമ്മയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾക്ക് പഴയ തൊഴിൽ വേണമെന്ന് ആരും സമൂഹം പറയില്ലല്ലോ. അപ്പോൾ മലീന്ദർ പറഞ്ഞു നിൻ്റെ ഇഷ്ടം നീ നോക്ക്, ആൾക്കാർ നിന്നെ വിളിക്കാൻ വന്നാൽ പറ ഞാൻ നിർത്തി, ഇന്ന് അതെൻ്റെ പണിയല്ല എന്ന് സ്റ്റേണായിട്ട് പറഞ്ഞിട്ട് ഒഴുതിക്കോ, ആരും നിന്നെ നിർബന്ധിക്കില്ല, നീ നിൻ്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക പറഞ്ഞു. അപ്പോൾ ചാന്ദിദാസിക്ക് ഒരു സമാധാനം കിട്ടി. ശരി, എന്തായാലും ഇനി പോണ്ടാലോ എന്നും പറഞ്ഞ് സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കണ സമയത്ത് കുറച്ച് പേര് ആ വീട്ടിലേക്ക് വന്നു. ആരാ വെച്ചാൽ ശശി, പിന്നെ ഗോർദാസ്, പിന്നെ അവരുടെ കുറച്ച് ഫ്രണ്ട്സ്. നല്ല ദുഃഖത്തോടെയാണ് ഈ കുറച്ച് അവരുടെ സമൂഹത്തിലത്തെ ആൾക്കാർ തന്നെ ഇവളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും കാര്യം എന്ന് അറിയാലോ. ചാന്ദിദാസി അവിടെ വന്നിട്ട് ഇപ്പം മരിച്ച ഒരു കുട്ടീനെ കുഴിച്ചിടണം. ഇവളെപ്പോഴാണോ ഈ തൊഴിൽ നിർത്തിയെന്ന് പറഞ്ഞത് ആ സമയത്ത് തന്നെ വിളിക്കാൻ ആൾക്കാർ വന്നു. അപ്പോൾ എല്ലാവരുടെ മുഖത്തും നല്ല സങ്കടം. അപ്പോൾ അതിൻ്റെ മുന്നിൽ മലീന്ദർ ഒരു തമാശ പറയണ്ടായിരുന്നു. നിന്നെ പോലത്തെ സ്ത്രീയൊക്കെ ഭാര്യനല്ലേ ഭാവിയിൽ ആവുക എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഗസ്റ്റുകൾ വരണം തൊട്ടു മുമ്പ് ഒരു സീൻ ഉണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ നിന്നെ പോലത്തെ സ്ത്രീകളല്ലേ ഭാവിയിൽ ഒരു ഭാര്യനായി മാറുക എന്ന്. അപ്പം ചാന്ദിദാസയ്ക്ക് ഭയങ്കര സങ്കടം വന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണിൽ അവൾ തല ഇടിച്ചിടിച്ച് കരയുക. എന്താ നിങ്ങൾ എന്നെ പറഞ്ഞത്? ഭാര്യനോ? അതെന്താ നിങ്ങൾക്ക് വല്ലതും അറിയോ ചോദിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം മലീന്ദർ പറഞ്ഞു ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്ന്. അപ്പോൾ ഒരു ചൊല്ലുണ്ട്, ഇങ്ങനത്തെ സ്ത്രീകൾ ഭാവിയിൽ ഭാര്യനാവും എന്ന്. ആ നാട്ടിലൊക്കെ അത് പറഞ്ഞു കേട്ട ഒരു കഥയാണ്. അപ്പോൾ അങ്ങനെയത്തെ ഒരു പെണ്ണല്ലേ നീ ആവാൻ പോകണമെന്നൊക്കെ മലീന്ദർ വെറുതെ തമാശയ്ക്ക് പറഞ്ഞാണ്. പക്ഷെ ഇവളത് സീരിയസ് ആയി എടുത്തിട്ട് തല ഇടിച്ചിടിച്ച് കരയുക. എന്നിട്ട് മലീന്ദറിനാണെങ്കിൽ പേടിയാവാൻ തുടങ്ങി. എന്തൊക്കെയാണ് ഇവളീ പറയണത്, എന്താണ് ഇവളീ ചെയ്യണത്, ഞാൻ തമാശ പറഞ്ഞതല്ലേ എന്ന്. അപ്പോൾ ഈ സീനിൽ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇവളെ ഭാര്യനല്ലേ ആവാൻ പോകുന്നതെന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആളാരാണ്? ഇവളുടെ ഭർത്താവ് തന്നെ, മലീന്ദർ തന്നെയാണ് ഈ പണിയും ചെയ്തത്. അപ്പോൾ പഠിപ്പും നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല, മലീന്ദർ തന്നെയാണ് ഇതും പറഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഭയനല്ലാതെ ചാന്ദിദാസി ഇങ്ങനെ അങ്ങനെയൊക്കെ സംസാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൾക്കാർ വന്ന് അവളെ വിളിക്കുന്നത്. എന്താ കാര്യം പറഞ്ഞാൽ തക്കിനി മരിച്ചു എന്നുള്ള വാർത്ത പറയാനാണ് ഗോർദാസും ശശിയും ഒക്കെ വന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര കരച്ചിൽ വന്നു. എൻ്റെ മോളെ പോലെ ഞാൻ കണ്ട വളർത്തിയ കുട്ടി മരിച്ചോ പറഞ്ഞിട്ട് കരച്ചിലായി ഈ ചാന്ദിദാസി. അപ്പം തന്നെ ഇനിയൊരുത്തൻ പറഞ്ഞു ഈ പെണ്ണിൻ്റെ അടുത്തൊന്നും നിൻ്റെ കുട്ടിയെ കൊടുക്കണ്ട പറഞ്ഞപ്പോൾ നീ കേട്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും മലീന്ദർ ചീത്ത പറഞ്ഞു എന്താ നീ പറയണത് എന്ന്. എരുതിയിൽ എണ്ണ ഒഴിക്കുക അല്ലേ, വെള്ളം ഒഴിച്ച് തീന അണയ്ക്കാതെ നീ തീന കത്തിച്ചു വിടുകയാണല്ലേ എന്ന്. മലീന്ദർ അപ്പം ചീത്ത പറഞ്ഞു എന്താ എൻ്റെ ഭാര്യയെപ്പറ്റി നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇവള് നോക്കിയാൽ നിൻ്റെ കുട്ടി എന്താ ചത്തുപോയി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല ഇവളുടെ തൊഴിൽ അങ്ങനെയല്ലേ, ഇവള് നോക്കിയാൽ ആ കുട്ടി മരിക്കുന്ന ഉറപ്പാണെന്ന് അവിടെ വന്ന ജനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ മലീന്ദർ പറഞ്ഞു ഇപ്പോൾ ഇവിടുന്ന് പോയിക്കൊള്ളണം, ഇനി ഇവള് ഈ പണി ചെയ്യില്ല. ഇവള് പ്രസവിച്ച പെണ്ണാണ്, ഇവള് കുട്ടിയെ നോക്കണം, പാൽ കൊടുക്കണം, പിന്നെ ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ്റെ ഭാര്യയാണ്, ഇനി അവൾക്ക് ആ പഴയ തൊഴിലില്ല പറഞ്ഞു. അപ്പോൾ ശശിയും ഗോർദാസൊക്കെ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു നീ വളർത്തിയ കുട്ടിയാണ് തക്കിനി, അതിന് മോക്ഷം വേണം, നിന്നെ ഞങ്ങൾ കാണുന്നത് ഗംഗാദേവിയായിട്ടാണ്. അപ്പോൾ ചിക്കൻ പോക്സോ അങ്ങനെ സ്മോൾ പോക്സ് ഇങ്ങനെയൊക്കെ അസുഖം വന്നാൽ ഇവർ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്താ വെച്ചാൽ ഗംഗാജലത്തിൽ ആ കുട്ടിയെ ഇട്ട് വയ്ക്കും. എന്നിട്ട് എന്തൊക്കെയോ മരുന്നും കാര്യങ്ങളും ഇങ്ങനെ മന്ത്രം പറഞ്ഞ് കുട്ടിയെ രക്ഷിക്കുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇപ്പം മനസ്സിലായില്ലേ കുട്ടികളെങ്ങനെയാണ് ആ ഗ്രാമത്തിൽ മരിച്ചിട്ടേ ഇരിക്കണമെന്ന്? വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുക.
പിന്നെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നൊന്നും അന്ന് അറിയില്ല ആർക്കും. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ കുട്ടികൾ മരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നത് ശാന്തിദാസി ഗംഗാദാസിയെ അവിടെ കാണുന്നത് ഗംഗാദേവിയായിട്ടാണ്. മോക്ഷം കൊടുക്കണമെങ്കിൽ നീ വരണം എന്ന് ഇപ്പോൾ ബഹുമാനത്തിൽ സംസാരിക്കുന്നുണ്ട്. നിന്റെ കൈയും കൊണ്ട് ഒരു കുട്ടിയെ കുഴിച്ചിട്ടാലേ ആ കുട്ടിക്ക് മോക്ഷം കിട്ടുള്ളൂ. കാരണം ഈ നാട്ടിലത്തെ ഗംഗാദേവിയാണ് നീ. നീ വന്നില്ലെങ്കിൽ ശരിയാവില്ല. നിന്റെ കുട്ടിയല്ല തക്കിനി, അവൾക്ക് വേണ്ടിയെങ്കിൽ ചെയ്തുകൂടെ എന്ന്. ഒരു ചിലവർ പറയും അതെ കൊന്നത് ഇവളെന്നെയല്ലേ എന്ന്. അപ്പോൾ മലീന്ദറും ശാന്തിദാസിയൊക്കെ ദേഷ്യപ്പെട്ടെങ്കിലും അവസാനമായിട്ട് പറഞ്ഞു തക്കിനിയല്ലേ പോട്ടെ, ഇവൾക്ക് വേണ്ടി ഇപ്പം ഞാൻ വരും, പക്ഷേ ഇവിടെ തീരണം. അപ്പോൾ ശാന്തിദാസി എന്നെ പറഞ്ഞു അവസാനമായിട്ട് ഞാനിപ്പോൾ വരും, എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, അവൾക്ക് മോക്ഷം കിട്ടാനാണ്. പക്ഷേ ഇനി ഒരു കാലത്തും ഈ വീട്ടിലേക്ക് നിങ്ങൾ ആരും വരരുത്, ഇനി ഈ വീട്ടിലേക്ക് വരരുത്, ഞാൻ ഈ പണി നിർത്തിയെന്ന്. അതുമാത്രമല്ല ഇവർ മൂന്നുപേരും നാട് വിട്ട് വേറെ നാട്ടിൽ പോയി സെറ്റിലാവാൻ പോവാണ്. അപ്പോൾ പിന്നെ ഇവളെ ഈ കല്ലറയുടെ അടുത്ത് പോയിരിക്കാനൊന്നും ആരും പറയില്ലല്ലോ. തീരുമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ ശശി, ഗോർദാസ് ഇവരെ ലാസ്റ്റ് സീനിൽ ഒന്നും കൂടെ ഓർക്കണം. അപ്പോൾ അതൊക്കെ പറഞ്ഞ് പോയി. 2ാം ആക്ട് ഇവിടെ കഴിഞ്ഞു. ഇനി 3rd ആക്ട്. ഇതാണ് കുറച്ച് ട്രാജിക്കായത്. ശാന്തിദാസി ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. രാത്രിയാണ്, അർദ്ധരാത്രിയാണ്. എൻ്റെ മോളെ തക്കിനി, നീ സുഖമായിട്ട് ഉറങ്ങിക്കോ. നിൻ്റെ അമ്മായി ഉണ്ട്, ഞാൻ നിൻ്റെ ശവത്തിന് കാവൽ കാക്കാൻ. ചെന്നായ്ക്കളൊന്നും നിന്നെ വന്ന് കൊണ്ടുപോയില്ല. നീ സന്തോഷമായിട്ട് ഉറങ്ങിക്കോ മോളെ, നീ നന്നായിട്ട് ഉറങ്ങ്, നിൻ്റെ അമ്മായി ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെത്താൻ സംസാരിക്കുക. ഒന്ന് മനസ്സിലാക്കണം, ഇത് ശാന്തിദാസിയുടെ സ്വബോധമല്ല. അപ്പോൾ അർദ്ധരാത്രിയാണ്. ഇവളിങ്ങനെ തക്കിനി ഉറങ്ങിക്കോ മോളെ എന്ന് പറഞ്ഞിട്ടിരിക്കണതും ആൾക്കാരങ്ങനെ ഓടി വന്നു. എല്ലാവരും വന്നു. എന്നിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. എന്നിട്ട് ഒരാൾ പറഞ്ഞു ഇതൊരു ബായന, ഈ പെണ്ണെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ? ഇപ്പോൾ എന്തായി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ സംസാരിക്കണോ? അപ്പോൾ മലീന്ദർ ആ കല്ലറയിലേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു കണ്ടോ നിൻ്റെ ഭാര്യനെ, നിൻ്റെ ഭാര്യയല്ലേ, എന്താ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞു. കണ്ടപ്പോൾ അവൾ എന്താ ശരിക്കത്തെ ബായനായി നിൽക്കണത് എന്ന്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് അവൾ ഞെട്ടി ഒന്ന് ഉണർന്നു. എന്താ ഇപ്പം സംഭവിച്ചതെന്ന് പറയട്ടെ. തക്കിനീനെ അവൾ കുറച്ചു മുമ്പ് കുഴിച്ചിട്ടിട്ട് വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. കല്ലറയിൽ കാവലിരിക്കാൻ ആരും പറഞ്ഞിട്ടില്ല, അവൾ നിന്നിട്ടുമില്ല. ഉറങ്ങിക്കടന്ന ശാന്തിദാസി ഭാഗീരഥന് പാല് കൊടുത്തിട്ടിരിക്കുകയായിരുന്നു. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ സ്വബോധം നശിച്ച്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയില്ലേ, അതാണ് ഇവിടെ നടന്നിരിക്കണം. സബ് കോൺഷ്യസ് മൈൻഡ് വർക്കൗട്ടായി. അങ്ങനെ അവൾ ആരെടുത്തും ഒന്നും പറയാതെ എങ്ങനെയാണ് വീട്ടിനകത്തുനിന്ന് അർദ്ധരാത്രിയിൽ ഒരു പെണ്ണിന് പുറത്തു വരാൻ ധൈര്യം? എന്നാൽ അവളുടെ സ്വബോധത്തോടെയല്ല അവൾ ചെയ്തത്. അവൾ അങ്ങനെ എണീറ്റ് വന്നു, പാല് കൊടുത്തുകൊണ്ടിരുന്ന ബായനെ മാറ്റി വെച്ച് ആ പാലടക്കം ഒറ്റിക്കൊണ്ടിരിക്കുകയാണ്. പാലിങ്ങനെ വഴിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കണോ. എന്നിട്ട് കുഴിച്ചിട്ടിട്ട് കഴിഞ്ഞ തക്കനീരുടെ അടുത്ത് സംസാരിക്കണം. പൊതുജനങ്ങൾ എന്താ വിശ്വസിച്ചത്? അവളുടെ സാരിയിൽ നിന്ന് പാൽ ഒറ്റിക്കൊണ്ടിരിക്കണോ. അപ്പം ശവത്തിന് പാല് കൊടുത്ത് ഇവൾ വളർത്തുകയാണല്ലേ. സ്റ്റാർട്ടിങ് സീനിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ശവത്തിനൊക്കെ പാല് കൊടുത്ത് ഇവിടെ വളർത്തുകയാണെന്നാണ് ബായനെ കണക്കാക്കണമെന്ന്. അപ്പോൾ പെട്ടെന്ന് അവൾ ഞെട്ടി. എന്താ വെച്ചാൽ ഇവളുടെ കുടുംബ തൊഴിലാണിത്, നിർത്താൻ പറ്റില്ല. അതാണ് അവൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വന്ന ഒരു സംഭവമാണ്. കുഴിച്ചിട്ട സ്ഥലത്തിൽ പിന്നെയും വന്ന് നോക്കണം, ഒരാഴ്ച അവിടെ ഇരിക്കണം, ഇതൊക്കെ ഒരു സംഭവം. അവളങ്ങോട്ട് ഞെട്ടി ആകെ എന്തായി ചെയ്തതെന്ന്. അവൾ അറിഞ്ഞിട്ടില്ല അവളോട് നടന്നു വന്നത്. രാത്രി അവൾ കുട്ടിയെ കുഴിച്ചിട്ടിട്ട് പോയി കഴിഞ്ഞതാണ്. രാത്രി ഉറങ്ങണ സ്ഥലത്ത് നിന്ന് എണ്ട് വന്നിട്ട് ഇങ്ങനെ തക്കിനീനെ നോക്കാൻ വന്നു. അപ്പോൾ എല്ലാവർക്കും ആകെ അവർ വിശ്വസിച്ചു. വെറുതെയാണോ ഞാൻ നിന്നെ കല്ലെറിഞ്ഞെന്ന് കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ മുന്നിൽ വന്ന് കുറ്റം പറഞ്ഞു. ഇവളൊരു ബായനാണ്, ഇനി കുട്ടി ഇവൾക്കില്ല. പക്ഷെ ഇവരൊക്കെ ഈ പറയണതിന് മുമ്പ് മലീന്ദർ എന്ത് ചെയ്തു? വലിയൊരു ചെണ്ട അത് കൊട്ടിയിട്ടല്ലേ ആൾക്കാരെ കൂട്ടി ഓരോ വാർത്ത പറയുക. അതിങ്ങനെ കൊട്ടിയിട്ട് ഡിക്ലെയർ ചെയ്തു എൻ്റെ ഭാര്യ ഒരു ബായനായി കഴിഞ്ഞു എന്ന്. അപ്പോൾ ഈ സീനിൽ ശ്രദ്ധിക്കണം, അന്ധവിശ്വാസവും ഒക്കെ ഉള്ളത് പഠിപ്പറിവില്ലാത്ത ആൾക്കാർക്കാണോ അതോ പഠിച്ച് ഗവൺമെൻറ് ജോലിയുള്ള മലീന്ദറിനാണോ? മലീന്ദർ തന്നെയാണ് കുറച്ച് മുമ്പത്തെ സീനിൽ പറഞ്ഞത് നിന്നെ പോലത്തെ പെണ്ണുങ്ങൾ ബായനല്ലേ ആവുക എന്ന്. അപ്പം നമുക്ക് മനസ്സിലാക്കാം മലീന്ദറും
മഹാ അന്ധവിശ്വാസി തന്നെയാണെന്ന്. അല്ലെങ്കിൽ അവൻ്റെ കൂടെ കഴിയുന്ന ഭാര്യനെ അവനിങ്ങനെ പറയില്ലായിരുന്നു. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്ന പെണ്ണിനെ അതുപോലും നോക്കാതെ ബായനാണെന്ന് അങ്ങനെ അവൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ ചാന്ദിദാസി ഗംഗാദാസി ഒരു ബായനായത്. അന്നൊരു രാത്രിയാണ് കുട്ടീനെ അവളുടെ അടുത്ത് നിന്ന് മാറ്റി. ഇനി ഒരിക്കലും ഇങ്ങനെ കുട്ടിയെ വളർത്താൻ പറ്റില്ല. നാച്ചുറലി മലിന്ദർ വേറെ കല്യാണം കഴിക്കുമല്ലോ. പക്ഷെ അതൊരു നല്ല സ്ത്രീയായിരുന്നു. അതാണ് മകനെ സ്വന്തം മോനെ പോലെ വളർത്തിയത്. ഇതായിരുന്നു നടന്ന കഥ. അപ്പോൾ ഡ്യൂട്ടി കോൺഷ്യസ്, ഡ്യൂട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവള് ഇങ്ങനെ ആയത്. എന്നാൽ ബായ എന്നൊരു സ്ത്രീയും സംഭവം ഇല്ല, അന്ധവിശ്വാസമല്ലേ എല്ലാം. അങ്ങനെ 12 വർഷം കഴിഞ്ഞു. ചാന്ദിദാസി ഗംഗാദാസി എന്നുള്ളൊരു സ്ത്രീ അങ്ങനെ പോയി. ഇപ്പം ആരായി മാറി? ബായൻ. അങ്ങനെ സെക്കൻഡ് ആക്ട് ഇതിൽ കഴിഞ്ഞു. തേർഡ് ആക്ടിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ടിരുന്ന ഭാഗീരഥന് വല്ലാത്ത വിഷമം. അപ്പോൾ ഇവൻ വിചാരിച്ചു എന്തായാലും. അപ്പോൾ മലിന്ദർ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ രണ്ടാനമ്മ നിന്നെ നന്നായി വളർത്തി, നിന്നെ പക്ഷേ ഈ ലോകത്ത് കൊണ്ടുവന്നത് അവളായിരുന്നു. ഇതൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഭാഗീരഥന് ഒരാഗ്രഹം, പെറ്റമ്മയല്ലേ അത്, സംസാരിക്കണം. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു പുഴയുണ്ടായിരുന്നു. പുഴയിൽ ബായൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക. അപ്പോൾ അവൻ്റെ അമ്മയുടെ മുഖം അവന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ. ഭാഗീരഥൻ എന്ത് ചെയ്തു, വെള്ളത്തിൽ കൂടെ അവൻ്റെ അമ്മയുടെ മുഖം ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് പേടിയാവുണ്ടല്ലേ രാത്രി എന്ന് ചോദിച്ചു. അപ്പോൾ ബായനാകെ ഞെട്ടി, ഒന്നും ഉത്തരം പറഞ്ഞില്ല. സാരി ഒന്നും ഇല്ലല്ലോ, ഞാൻ വേണമെങ്കിൽ ഒരു പുതപ്പ് തരട്ടെ, നിങ്ങൾ പുതച്ചോളുവോ? അപ്പോൾ ബായൻ പറഞ്ഞു, ഗംഗാപുതയുടെ മകൻ വീട്ടിലേക്ക് പൊക്കോട്ടെ, ഇത് സന്ധ്യാസമയമാണ്, സേഫ് അല്ല നിനക്കിവിടെ നിൽക്കുന്നത്. എന്തായാലും മലിന്ദർ ഗംഗാപുതയുടെ വീട്ടിലേക്ക് മകൻ പൊക്കോട്ടെ, ഞാനൊന്നും മിണ്ടില്ല എന്ന്. എന്നിട്ട് ഭാഗീരഥാണെങ്കിൽ ഇതിനല്ല ഉത്തരം പറയണം. എന്നിട്ട് ചോദിച്ചു, രാത്രിയൊക്കെ നിങ്ങൾ ഒച്ച വെച്ച് കരയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പേടിയാവണമെന്നു അല്ലേ, പേടിയായിട്ടല്ലേ നിങ്ങൾ ഒച്ച വെച്ചത് ചോദിച്ചു. അപ്പോൾ അതിനൊന്നും ഉത്തരം പറയാതെ പെട്ടെന്ന് എന്ത് ചെയ്തു, കരഞ്ഞും കൊണ്ടൊരു ഓട്ടം. ജീവിതത്തിൽ ആദ്യമായിട്ട് മകൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഈ മകനും അതെ, സ്വന്തം അമ്മയുടെ അടുത്ത് ആദ്യമായിട്ടാണ് സംസാരിച്ചത്. ആദ്യമായിട്ട് മാത്രമാണോ അതോ ഇനിയും കഴിഞ്ഞോ എന്നുള്ളത് അടുത്ത സീനിൽ പറയും. അങ്ങനെ ലാസ്റ്റ് സീൻ എത്തി. കരഞ്ഞുകൊണ്ടാണ് ബായൻ അവിടെ ഓടിയത്. റെയിൽവേ ട്രാക്കിൻ്റെ അടുത്താണ് ഈ കല്ലറ. എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ടല്ലോ എന്നറിയാൻ വേണ്ടി ബായനൊന്ന് എണീറ്റ് പോയി. സ്റ്റാർട്ടിങ് സീനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രെയിൻ കൊള്ള. ആദ്യം അവരെന്താ ചെയ്യുക, മുളയനെ നിറയെ ട്രെയിനിലിടും, ട്രാക്കിലിടും. ട്രെയിനോ മറ്റേ ഈ മുളയിൽ തട്ടിയ പിന്നെ ആക്സിഡൻ്റ് ആവും. മുളയനെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് വെക്കുക. ആരാണ്? ശശി, ഗോർദാസ്, ഇങ്ങനത്തെ ചില ആൾക്കാരൊക്കെ. ഇവളെ ബായനാക്കി മാറ്റിയ ആൾക്കാരിൽ മെയിൻ ആൾക്കാരായിരുന്നു ഈ ഗോർദാസൊക്കെ. അവനൊക്കെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്, ട്രെയിൻ കൊള്ള. അപ്പോൾ ബായൻ ഇങ്ങനെ ഓടി വന്നു ട്രാക്കിൻ്റെ അടുത്ത്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ട്രാക്കിൽ ഇങ്ങനെ മുളയിട്ട ട്രെയിൻ ഇടിച്ചാൽ പോയില്ലേ, ട്രെയിൻ തെറിക്കില്ലേ? അപ്പോഴത്തേക്കും ഇവളെ കണ്ടപ്പോൾ എല്ലാവർക്കും പേടിയായി. അയ്യോ ബായൻ വരണടാ ഓടിക്കോന്ന്. കള്ളന്മാരൊക്കെ ഓടിപ്പോയി. എന്താ സംഭവിച്ചാൽ ബായനോ മറ്റോ നോക്കിയാൽ അവർ മരിക്കില്ലേ. ഉടനെ എല്ലാവരും ഓടി, ബായൻ വന്നുടാ ഓടിക്കോ പറഞ്ഞിട്ട് കൊള്ളക്കാരൊക്കെ ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ, നിറയെ മുളയുണ്ട് ട്രാക്കിൽ, ട്രെയിൻ ഇപ്പോൾ വന്നിട്ടിരിക്കുന്നുണ്ട്, എന്ത് ചെയ്യും? അപ്പോൾ ബായൻ ഇങ്ങനെ വിചാരിച്ചു, ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ട്രെയിനിലുള്ള ജനങ്ങളൊക്കെ മരിക്കും. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് ഓരോ മുളയിനെയും എടുത്ത് ട്രാക്കിൽ നിന്ന് മാറ്റുകയാണ്. ട്രെയിൻ എത്താൻ അധികം നേരമില്ല, അങ്ങനെ വന്നിട്ടിരിക്കുന്നുണ്ട്. ട്രാക്കിൽ നിന്ന് മാറ്റി മുളയിനെ എടുത്തെടുത്ത് എറിയാൻ നോക്കുകയാണ്. പക്ഷേ പൊക്കാൻ പറ്റുന്നില്ല. എന്തായാലും ട്രെയിൻ വരുമ്പോഴത്തേക്കും മുളയിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, ഞാനൊരു ബായനല്ലേ, ഞാൻ പറഞ്ഞ ആൾക്കാർ അനുസരിക്കണ്ടേ. ട്രാക്കിൽ കൂടെ ഞാൻ ഓടിയിട്ട് ഡ്രൈവറിൻ്റെ അടുത്ത്, എൻജിൻ ഡ്രൈവറിൻ്റെ അടുത്ത് പറയാം, ട്രെയിൻ നിർത്ത്, മുളയുണ്ട് എന്ന് ഞാൻ പറയാം. എന്നെ അനുസരിക്കണം എല്ലാവരും ഈ ഗ്രാമത്തിൽ. കാരണം ഞാനൊരു ബായനാണ്, ഞാൻ പറഞ്ഞാൽ കേട്ടോളണം, അല്ലെങ്കിൽ ഞാൻ ശപിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ട്രെയിൻ നിൽക്കും പറഞ്ഞിട്ട് പാവം
ട്രാക്കിൻ്റെ നടുവ് കൂടെ ഓടുകയാണ്. നിൽക്ക് 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 പറഞ്ഞ് ഒച്ചയിടുന്നുണ്ട്. ട്രെയിനിൻ്റെ കൂക്കണ സൗണ്ടിൽ എന്തെങ്കിലും ബായൻ്റെ ഒച്ച കേൾക്കുമോ? ഒന്നും കേട്ടില്ല. അപ്പോൾ ബായന് ഒച്ച വെച്ചു, ട്രെയിൻ നിർത്ത്, ജനങ്ങൾ മരിക്കും, മുളയുണ്ട് ട്രാക്കിൽ എന്ന് പറഞ്ഞ് ഒച്ച എങ്ങനെ അവൾ വെച്ചു, ഒരു നിമിഷത്തിൽ ഒച്ച മൊത്തത്തിൽ പോയി. എന്താ സംഭവിച്ച വെച്ചാൽ ട്രാക്കിൻ്റെ നടുവിലാണ് ബായൻ ഓടിയത്. ആരും കണ്ടില്ല. പക്ഷെ ഇടിച്ചപ്പോൾ മനസ്സിലായി, ട്രെയിൻ പെട്ടെന്ന് നിന്നു. എന്താ സംഭവിച്ചതെന്ന് നോക്കാൻ എല്ലാവരും ഓടി വന്ന് നോക്കി. ട്രെയിനത്തെ എൻജിൻ ഡ്രൈവർ അവരൊക്കെ വന്ന് റെയിൽവേ ഗാർഡൊക്കെ നോക്കി. അപ്പോഴത്തേക്കും തന്നെ വില്ലേജ്, ആ ഗ്രാമത്തിലത്തെ പൊതുജനങ്ങളൊക്കെ ഓടി വന്നു എന്താ സംഭവിച്ചതെന്ന്. കണ്ട കാഴ്ച ആകെ കൂടെ പേടിച്ച് ഞെട്ടി എല്ലാവരും. മലിന്ദർ ഉറക്ക കരഞ്ഞു. മലിന്ദറിന് കരഞ്ഞിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ മലിന്ദർ ഒരുത്തനാണ് ഭാര്യയുടെ മരണത്തിന് ഉത്തരവാദി. ഇവൻ തന്നെയല്ലേ ഭാര്യ ഒരു ബായനായി മാറിയെന്നും പറഞ്ഞ് അന്ന് ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ മലിന്ദർ കാരണം ഭാര്യ പോയി എന്നുള്ള ഒരു സങ്കടം. അപ്പോൾ ഗാർഡ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ സ്ത്രീ ആരാ? ഇവളുടെ കുടുംബത്തിനെ വിളിക്കണം. കാരണം റെയിൽവേയിൽ നിന്ന് ഒരു അവാർഡ് കിട്ടും. ഈ സ്ത്രീയുടെ ത്യാഗമാണ് ഇത്ര പേരുടെ ജീവൻ രക്ഷിച്ചത്. അപ്പോൾ മലിന്ദർ കരഞ്ഞിട്ടേ ഇരിക്കുകയാണ്, ഭാര്യ മരിച്ചില്ല എന്തായാലും. അപ്പോൾ ഭാഗീരഥ് വന്നു, ഗാർഡിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. പൊതുജനങ്ങൾ എല്ലാവരും അവിടെ ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, ഗാർഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഗാർഡ്, ഇതെൻ്റെ അമ്മയാണ്, ഇത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. അപ്പോൾ ഗാർഡ് പറഞ്ഞു, അതായത് ഈ ബായൻ്റെ കുടുംബത്തിന് റെയിൽവേയിൽ നിന്ന് അവാർഡ് തരാനുണ്ട്, അതിനപ്പോൾ ചോദിച്ചത് പറഞ്ഞു. അപ്പോൾ പൊതുജനങ്ങളെല്ലാവരെയും നിർത്തിയിട്ട് പറഞ്ഞു, ഇതാണ് കലു വംശത്വത്തെ ചാന്തിദാസി ഗംഗാദാസി. ഇവരുടെ ജീവൻ കൊടുത്തിട്ടാണ് ഇത്ര പേര് രക്ഷപ്പെട്ടത്. ഒരേ ഒരു കാര്യം പറയാ, ഇത് എൻ്റെ അമ്മയാണ്, ഒരു പെണ്ണാണ്, ഒരിക്കലും ബായനല്ല. എൻ്റെ അമ്മ ഒരിക്കലും ഒരു ബായനല്ല എന്നും പറഞ്ഞ് കരഞ്ഞിട്ട് പ്ലേ അവസാനിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു തീം എന്താ വെച്ചാൽ അസൂയ, അന്ധവിശ്വാസം, തെറ്റിദ്ധാരണ, ഇതൊക്കെ എങ്ങനെയാണ് ഒരു പെണ്ണിനെ കൊന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ പ്ലേ ഇവിടെ അവസാനിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.